ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുനിതാസ് യൂണിക് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റാഗി പൗഡർ ഉപയോഗിച്ച് നല്ല രുചിയുള്ള അപ്പമാണ് തയ്യാറാക്കിയെടുക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറായിട്ടുമെല്ലാം വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ റാഗി അപ്പം തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. കഴിക്കാൻ നല്ല രുചിയുള്ള പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഈ റാഗി അപ്പം എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. ആദ്യം തന്നെ നമുക്ക് അപ്പത്തിനുള്ള ബാറ്റർ റെഡിയാക്കി എടുക്കണം. അതിനു വേണ്ടിയിട്ട് 1 കപ്പ് ചിരകിയ നാളികേരം ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ളത് 1 കപ്പ് അളവിൽ ചോറാണ്. ചോറ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ നാളികേരവും ചോറും കൂടി അരച്ചെടുക്കണം. അതിനു വേണ്ടിയിട്ട് 1/2 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു ടൈമിൽ നമ്മൾ ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. എന്നാൽ മാത്രമേ നമുക്കിത് നല്ലതുപോലെ അരഞ്ഞു കിട്ടുകയുള്ളൂ. അപ്പോൾ ഞാനിതൊന്ന് അരച്ചെടുക്കട്ടെ. ദാ ഇവിടെ ഇപ്പോൾ നാളികേരവും ചോറും കൂടി നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് റാഗി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 കപ്പ് അളവിലാണ് നമ്മളിവിടെ റാഗി പൗഡർ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് അരച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് വെള്ളമാണ് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ആദ്യം നമ്മൾ നാളികേരവും ചോറും അരച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിരുന്നു. ഇപ്പോൾ നമ്മൾ 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മളിവിടെ ഇത് അരച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ടോട്ടൽ 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. 1/2 ടീസ്പൂൺ ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആണ് ഇനി ചേർത്ത് കൊടുക്കുന്നത്. ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അല്പം ചെറു ചൂടുവെള്ളത്തിൽ ഈസ്റ്റും പഞ്ചസാരയും മിക്സ് ചെയ്ത് പൊങ്ങുന്നതിന് വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് വെച്ചതിന് ശേഷം ആ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി അപ്പത്തിന്റെ ആ ഒരു മധുരത്തിന് വേണ്ടിയിട്ട് 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ ആദ്യം അരച്ചെടുത്ത് ചിരകിയ നാളികേരവും ചോറും ഇതെല്ലാം കൂടി മിക്സായിട്ട് വരണം. ഇപ്പോൾ ഇവിടെ ഇത് സ്പൂൺ ഉപയോഗിച്ച് എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അരച്ചെടുക്കണം. അപ്പോൾ ഞാനിത് അരച്ചെടുക്കട്ടെ. ദാ ഇവിടെ മാവ് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മളിത് അരച്ചെടുക്കുമ്പോൾ നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. മിക്സിയുടെ ജാറിലേക്ക് 2 ടീസ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്ത് ആ വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വെള്ളത്തിന്റെ അളവ് ഒട്ടും തന്നെ കൂടി പോകരുത്. ഇപ്പോൾ മാവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല. മാവ് പൊങ്ങി വന്നതിന് ശേഷം മാത്രമേ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പത്തിന്റെ മാവ് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം റെഡിയാക്കി എടുക്കേണ്ടത്. ഒരു 3-4 മണിക്കൂർ മതിയാകും. അപ്പോഴേക്കും മാവ് പൊങ്ങി വന്നിട്ടുണ്ടാകും. ഇനി നമുക്കിത് അടച്ച് പൊങ്ങുന്നതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കാം. മാവ് പൊങ്ങുവാൻ വേണ്ടി വെച്ചിട്ട് ഇപ്പോൾ ഒരു 3 മണിക്കൂർ ആയിട്ടുണ്ട്. മാവ് നമുക്കിവിടെ നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാവിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് മാവ് പൊങ്ങി വരുന്നത് നമ്മുടെ ക്ലൈമറ്റ് അനുസരിച്ചായിരിക്കും. നല്ല ചൂടുള്ള ക്ലൈമറ്റിൽ നമുക്ക് എളുപ്പം തന്നെ മാവ് ഫെർമെൻ്റ് ആയിട്ട് കിട്ടും. നല്ല തണുത്ത ക്ലൈമറ്റ് ആണെങ്കിൽ ഫെർമെൻറ്റേഷന് കുറച്ചും കൂടി ടൈം എടുക്കും. മാവ് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പും മധുരവും ചെക്ക് ചെയ്ത് നോക്കണം. മധുരം പോരാന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ ആവശ്യത്തിന് വേണ്ട പഞ്ചസാര ചേർത്ത് കൊടുക്കണം. റാഗി അപ്പത്തിന് കുറച്ച് മധുരം ഉള്ളതാണ് കൂടുതൽ ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം മാവ് ഇവിടെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചൂടായ തവയിലേക്ക് മാവ് ഒഴിച്ചു കൊടുത്ത് അപ്പം ചുട്ടെടുക്കുകയേ വേണ്ടൂ. മാവ് ഒഴിച്ചതിന് ശേഷം കൂടുതലായിട്ട് പരത്തേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് പരത്തിയെടുത്താൽ മതിയാകും. ഒരു മീഡിയം ഫ്ലെയിമിൽ ചൂടായ തവയിലേക്ക് വേണം മാവ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇതുപോലെ നിറയെ ഹോൾസ് വന്നു തുടങ്ങുമ്പോൾ നമുക്കിത് അടച്ചു വെച്ചിട്ട് അപ്പം കുക്ക് ചെയ്തെടുക്കണം. അടച്ചു വെച്ചതിന് ശേഷം ഗ്യാസ് ലോ ഫ്ലെയിമിൽ വേണം അപ്പം കുക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പം കുക്കായി കിട്ടുവാൻ അധികം സമയമൊന്നും ആവശ്യമില്ല. നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ അപ്പം കുക്കായിട്ട് കിട്ടും. അപ്പച്ചട്ടിയിൽ വേണമെങ്കിലും നമുക്ക് അപ്പം റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ആദ്യത്തെ റാഗി അപ്പം റെഡിയായി വന്നിട്ടുണ്ട്. റാഗി ഇഷ്ടമില്ലാത്തവർക്ക് പോലും റാഗി പൗഡർ കൊണ്ട് ഇതുപോലെ അപ്പം തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഇഷ്ടമാകും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാം. പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണിത്. സാധാരണ അപ്പത്തിന് കഴിക്കാറുള്ള എല്ലാ കറികളും കൂട്ടി നമുക്ക് ഈ റാഗി അപ്പവും കഴിക്കാവുന്നതാണ്. കഴിക്കാൻ നല്ല രുചിയുള്ള ഈ റാഗി അപ്പം എല്ലാവരും തയ്യാറാക്കി നോക്കണം. ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടമാകും.
വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു. ബൈ.